ഹായ് ഹലോ. ഇന്ന് സൺഡേ ആയിട്ട് ചിക്കൻ ഒന്നും മേടിച്ചില്ല കേട്ടോ. മീൻ ചോദിച്ചപ്പോൾ അതിൽ മത്തി കിളിമീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മത്തി മേടിച്ചു കേട്ടോ. മേടിക്കാൻ പോയിട്ടുണ്ട് ഉമേഷ് ചേട്ടൻ, ഇതുവരെ വന്നിട്ടില്ല. ഞാനപ്പോഴേക്കിനും ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയിൽ മീൻ കറി വയ്ക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം അല്ലേ. കറണ്ടില്ല അവിടെ. ഇത് കുടംപുളി കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുന്നൊക്കെ തോന്നുന്നത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ, മീൻ കറിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ അവർ മീനൊന്നും കൊണ്ടുവന്നിട്ടില്ല. നൈനൊക്കെ പോയിട്ടുണ്ട്. നൈനൂനാണെങ്കിൽ കുറേ ദിവസമായി ജലദോഷം തുടങ്ങിയിട്ട്. ഇവിടെ നല്ല കോൾഡായിട്ടായിരിക്കും, തണുപ്പൊക്കെ അല്ലേ, അതായിരിക്കും. ഇതുവരെ മാറിയില്ല. അപ്പോൾ അവളെ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അങ്ങനെ മീൻ മേടിച്ചിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇതുവരെ ആരെയും കണ്ടില്ല. ഞാൻ എന്തായാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ വിശന്നിട്ട് ഞാൻ കുറച്ച് അവലോസ് പൊടി എടുത്ത് തന്നു. വീട്ടിൽ നിന്ന് വളർന്ന അവലോസ് പൊടി ഉണ്ടായിരുന്നു. കുറച്ച് കട്ടൻ ചായയും കുറച്ച് പഞ്ചസാരയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു. എന്തായാലും മീൻ മേടിക്കാൻ പോയ ആൾക്കാരൊന്നും കാണാനില്ല. നമുക്ക് പ്രാവിന് കുറച്ച് അരി കൊടുക്കാം. പ്രാവ് പറക്കാൻ തുടങ്ങിട്ടോ, പോയിട്ട് വരും. ഡോർ തുറക്കട്ടെ. പ്രാവ് ഇപ്പോൾ ഇവിടെ ഇല്ല. കരിയിട്ട് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ കുറേ പ്രാവുകളുണ്ട് കേട്ടോ, ഒത്തിരി പ്രാവാണ്. പക്ഷെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി വരില്ല. ആ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ നിൽക്കും. ഞങ്ങളുടെ ഇവിടുത്തെ ഇല്ലേ ക്വാർട്ടറിൻ്റെ പുറം ഭാഗം കാണാൻ വലിയ ഭംഗിയില്ല കേട്ടോ ബാൽക്കണിയൊന്നും. പക്ഷെ അകംഭാഗമൊക്കെ നല്ല കേട്ടോ. അപ്പോൾ ഉമേശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അവർ പുറത്ത് പോയിട്ട്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് തപ്പണൊരു സംഭവമാണ് വെണ്ടയ്ക്ക. എനിക്ക് വെണ്ടയ്ക്ക തീയൽ കഴിക്കാൻ തോന്നിയിട്ട് വായിലിങ്ങനെ വെള്ളം വരും. നല്ല ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ വെണ്ടയ്ക്ക കിട്ടിയപ്പോൾ അത് മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ മീൻ മേടിക്കാൻ പോയ ആൾ പുറത്ത് പോയിട്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ മീൻ കൊണ്ടുവന്ന് തരും കേട്ടോ. പക്ഷെ മീൻ മേടിക്കാൻ മറന്നു. ഇനിയിപ്പോൾ അതെടുക്കാൻ വേണ്ടി പിന്നെ പോയിരിക്കുകയാണ് ഉമേഷ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് വയറ്റിയെടുക്കാൻ ഉള്ളിയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുക. ഈ വെളിച്ചെണ്ണയിൽ എൻ്റെ അനിയത്തിയുടെ അമ്മായിയമ്മ കൊടുത്തു വിട്ടാ കേട്ടോ. ഒരു 2 ലിറ്ററൊക്കെ ഉണ്ടായിരുന്നു. കഴിയാറൊന്നും പറ്റില്ല, അതങ്ങനെ എടുക്കാറില്ല. പിള്ളേർക്ക് തലയിൽ തേക്കാനൊക്കെ എടുക്കുള്ളൂ. പിന്നെ കുറച്ചിങ്ങനെ മീൻകറിയൊക്കെ വയ്ക്കാൻ എടുക്കും. അപ്പോൾ നമ്മൾ മീൻകറി നമ്മൾ സാധാ വയ്ക്കണ പോലെ തന്നെ കേട്ടോ വയ്ക്കണത്. പിന്നെ ഇതൊക്കെ വയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീൻ കൊണ്ടുവന്നത് കേട്ടോ. മീൻ കൊണ്ടുവന്നപ്പോൾ എന്താണ് നോക്കിയപ്പോൾ മത്തിയാണ് നമ്മൾ വിളിച്ച് പറഞ്ഞത്. ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് കുറേ പേർക്ക് കൊണ്ടു കൊടുക്കും. അതിന് ആരോ മാറി എടുത്തിട്ട് പോയിട്ടോ. മത്തിയാന്ന് പറഞ്ഞിട്ടോ, നമ്മൾ മത്തി വേണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കൊണ്ടുവന്നപ്പോൾ കിളിമീനില്ലേ, നമ്മുടെ ചെമ്പല്ലി, ആ മീനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇവിടുത്തെ മീനിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. മത്തിക്ക് ചോദിച്ചപ്പോൾ 350 രൂപ മത്തി, വലിയ മത്തിക്ക് കേട്ടോ. ചെറിയ മത്തിക്ക് 300 രൂപ. നമ്മുടെ നാട്ടിൽ മത്തിക്ക് 60 രൂപയും കണ്ടാവുമെന്ന്. 60 അങ്ങനെ എന്തോ പറഞ്ഞത് കേട്ടോ. 60 തോന്നുന്നു, അല്ലേ 60 അല്ലേ, എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞ പോലെ തോന്നി. അപ്പോൾ നമ്മൾ ചെമ്പല്ലി കുറച്ച് വറക്കണമുണ്ട്, കുറച്ച് കറിയും വയ്ക്കുന്നുണ്ട് കേട്ടോ. ഉമേഷിന് വറുത്തത് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട്, കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ് അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് വറുത്തത് കൊടുക്കില്ല, കറി വെച്ചത് മാത്രമേ കേട്ടോ കൊടുക്കുള്ളൂ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഇവിടുത്തെ ഹോം ടൂർ ചെയ്യുമെന്ന് കേട്ടോ. ഞാനത് മെല്ലെ ചെയ്യാം, ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. ഇനി കുറേ എല്ലാം വൃത്തിയാക്കി ഒതുക്കി വെക്കാണ്ട് ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഒരു ദിവസം ഹോം ടൂർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കിളിമീൻ വലിയ ഇഷ്ടം കൂടായില്ല കേട്ടോ. കുറച്ച് എന്തോ പോലെ വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല. നമ്മുടെ കുഞ്ഞ ചെമ്പല്ലിയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഈ വലുത് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഉമേഷേട്ടനോട് കുറേ ദിവസമായി പറയുന്നു കേട്ടോ ഒരു വാഷിംഗ് മെഷീൻ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് അലക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ അലക്കണം, അല്ലെങ്കിൽ ഭയങ്കര കൈയൊക്കെ വേവിക്കും. പിന്നെ കുത്തിയിരുന്ന് അലക്കണം. അതാണെങ്കിൽ എനിക്ക് നടുവേനിച്ചിട്ട് ഭ്രാന്താവും. അതുകൊണ്ട് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു കേട്ടോ. പുതിയത് മേടിച്ചത് LGയുടെ മേടിച്ചത് കേട്ടോ.
അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അതൊക്കെ കഴിഞ്ഞ് ചോറൂണം ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ. വെറുതെ പുറത്ത് പോയി. എന്താ മേടിക്കേണ്ടതെന്നൊന്നും അറിയില്ല, വെറുതെ പോയി. എന്ത് മേടിക്കണം എന്നറിയാതെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കുറേ എന്തൊക്കെയോ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഞാനും സൺഡേ എവിടേക്കെങ്കിലും പുറത്ത് പോകും കേട്ടോ. സൺഡേ മാത്രമേ ഇങ്ങനെ ഒഴിവ് കിട്ടാറുള്ളൂ ആൾക്ക്, ഉമേഷിന് കേട്ടോ. സൺഡേ എവിടേക്കെങ്കിലും ഒന്നും മേടിക്കാനില്ലെങ്കിലും വെറുതെ ഇങ്ങനെ സ്കൂട്ടിയിൽ പോവും. അപ്പോൾ എവിടേക്കൊക്കെയോ ഇങ്ങനെ പോയി തെണ്ടി തിരിഞ്ഞ് വന്നു. പിന്നെ ഇവിടെ നമ്മൾ തണുപ്പായതുകൊണ്ട് കൂടുതൽ നമ്മുടെ അവിടുത്തെ കടലില്ലേ, ഈ തൊണ്ടക്കുള്ള കടല, അതാണിട്ട് ഇവിടെ എവിടെ നോക്കിയാലും കിട്ടുക. തണുപ്പത്ത് ഇതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഈ കടലയും കൊണ്ട് ഈ പീനട്ട് കൊണ്ട് കുറേ വെറൈറ്റി മിഠായികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതും മേടിച്ചു. പിന്നെ പീനട്ട് നമ്മൾ അവർ വറുത്ത് കൊടുക്കണതിന് വില കൂടുതലാണ്, 140. പച്ചയ്ക്ക് കൊടുക്കണതിന് 120 രൂപയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. നാട്ടിൽ കിട്ടുകയാണെങ്കിൽ കടലയുടെ തൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ കടലേ ഉണ്ടാവില്ല. 1 2 കിട്ടിയായി കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിറയെ കടലയാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് വെറുതെ ഇളക്കാനൊക്കെ ഒന്ന് കൂടി അവരുടെ കൂടെ വെറുതെ ചോദിച്ചു. അങ്ങനെ കുറേ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് അരി അരയ്ക്കാണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അപ്പം ഉണ്ടാക്കണത് അന്ന് ഉണ്ടാക്കിയ അപ്പം നൈനിക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നൈനിന് നാളെ സ്കൂളും ഉണ്ട്, അപ്പോൾ ഈ അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഈസ്റ്റ് അവിടെ പോയി ചോദിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇപ്പം എന്നോട് അവിടെ കുറേ ചേച്ചിമാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ കിട്ടും, ഏതൊരു സ്ഥലത്ത് കിട്ടും എന്നൊക്കെ. സ്കൂളിൻ്റെ അവിടെ KV സ്കൂളിൻ്റെ അവിടെ ഏതൊരു ഷോപ്പിൽ കിട്ടും എന്നൊക്കെ. ഇനി അവിടെ പോയി ചോദിച്ചു നോക്കണം. ഈസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഇതാകുമ്പോൾ കപ്പിയാകുമ്പോൾ കുറച്ച് പാടാണ്. ഇതൊന്ന് കുറുക്കിയെടുത്ത് അത് അരച്ചെടുത്തൊക്കെ വരാൻ പാടാണ് കേട്ടോ. നമ്മൾ ഈ മാവിൽ തന്നെയാണ്, ഈ മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കി എടുക്കും, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് ഞാനത് ഹീറ്ററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും കേട്ടോ, റൂമിൽ കൊണ്ടുവയ്ക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് എപ്പോഴും രാത്രി ഇവിടെ ചപ്പാത്തി ആയിരിക്കും കേട്ടോ. ബേസിൽ ഇപ്പോൾ ചപ്പാത്തി മതിയതുകൊണ്ട് നമ്മളും ചപ്പാത്തി ആക്കി. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഡിന്നറും കഴിഞ്ഞു. നാളെ നൈനിക്കുട്ടിക്ക് സ്കൂളുണ്ട്, നാളെ ഉച്ച വരുള്ളൂ കേട്ടോ. എന്നാലും അവർക്ക് ലഞ്ച് കൊണ്ടുപോകണം. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സൺഡേ ആയിട്ട്